ഹലോ ഹായ്. ഒരു രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് എടുത്തേക്കുന്നത്. അപ്പം ഇന്ന് ജൂൺ 3 സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ഇന്ന് പ്രവേശനോത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ചവരെ സ്കൂളുണ്ട്. അപ്പോൾ എനിക്ക് സ്കൂളിൽ വരെ പോകണം. അപ്പം എൻ്റെ മക്കൾ സ്കൂളിൽ കൊണ്ടാക്കണം. അല്ല, ഞാൻ സ്കൂൾ ബസ് ഉണ്ടെങ്കിൽ സ്കൂൾ ബസ്സിൽ കയറ്റി വിടത്തുള്ളൂ. ഞാൻ പുറകെ പോകത്തതേ ഉള്ളൂ. രാവിലെ ചായ വെച്ച് ഗ്ലാസ് ചായ എടുത്ത് ഞാൻ കുടിച്ച്, പിന്നെ രാവിലത്തെ ചോറിനുള്ള പരിപാടികൾ ചെയ്ത്, ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, നൂൽപുട്ട് ഇവിടെ ഇടിയപ്പം എന്നാണ് പറയുന്നത് കേട്ടോ. ഇടിയപ്പവും കിഴങ്ങറിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ചില സ്ഥലങ്ങളിൽ നൂൽപുട്ട് എന്നൊക്കെ പറയും. നമ്മളിവിടെ ഇടിയപ്പം എന്നാണ് പറയുന്നത്. ഞങ്ങൾ കൊല്ലം സൈഡിലുള്ളവർ ഇടിയപ്പം എന്നൊക്കെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇടിയപ്പവും കിഴങ്ങറിയും ഇത് ഇവിടെ എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൊടുത്താൽ കഴിച്ചോളും. അപ്പം കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട്, കുട്ടികളെ വിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനും കൂടെ സ്കൂളിലോട്ട് പോകുന്നുണ്ട്. ഇന്ന് പ്രവേശനോത്സവമാണ്. ഇന്ന് ക്ലാസ് ആയിട്ടൊന്നുമില്ല. ഇന്നിവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ. അപ്പം എൻ്റെ മോളും ഇപ്പം പുതുതായിട്ട് 5ാം ക്ലാസ്സിലവിടെ ചേർന്നത്. അപ്പം പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ രക്ഷകർത്താക്കളും ചെല്ലണം. പിന്നെ മോനാണെങ്കിൽ ആ സ്കൂളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം 1ാം ക്ലാസ്സിൽ. അപ്പം രണ്ടിടത്തും കൂടെ കയറണം. ഇംഗ്ലീഷ് മീഡിയം താഴെയും മറ്റേ 5 മുതൽ 10 വരെ മുകളിലുമായിട്ട് ഒരു സ്കൂളിൽ തന്നെ എല്ലാവരും പഠിക്കുന്നത്. ആദ്യം മോൻ്റെ സ്കൂളിൽ കയറിയിട്ട് അവിടെ ഇച്ചിരി നേരം ഇരുന്നിട്ട് പിന്നെ മേളിലോട്ട് കയറിപ്പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇടിയപ്പവും കിഴങ്ങറി ഉണ്ടാക്കി ഇടിയപ്പം എല്ലാം കഴിച്ച് കുട്ടികൾക്ക് കൊടുത്ത്. അപ്പോൾ സ്കൂൾ ബസ് വന്ന് കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട്, കുട്ടികൾ ഒരു 9:30 ആകുമ്പോൾ ഇവിടെ സ്കൂൾ ബസ് വരും. സ്കൂൾ ബസ് വന്ന് കുട്ടികളെ സ്കൂൾ ബസ്സിനകത്ത് കയറ്റി വിട്ടപ്പം എനിക്കിനി സമാധാനത്തിൽ പോയാൽ മതിയല്ലോ. കുട്ടികളെ കറക്റ്റ് സമയത്ത് സ്കൂളിൽ എത്തുകയും ചെയ്യും. അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്ന് മെയിൻ റോഡുണ്ട്. മെയിൻ റോഡിൽ പോയി നിൽക്കണം. മെയിൻ റോഡിൽ പോയി നിന്ന് ഓട്ടോറിക്ഷ വരും. അപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറിപ്പോൾ കുറേ നേരം ഞാൻ നിന്ന് ഞങ്ങളുടെ വീടിനടുത്ത് അവിടെ റെയിൽവേ ഗേറ്റുണ്ട്. അപ്പം ട്രെയിൻ പോകാൻ ഗേറ്റ് അടച്ചിട്ടേക്കും. ആയതുകൊണ്ട് ഓട്ടോറിക്ഷ കിട്ടാൻ ഇച്ചിരി താമസം എടുത്ത്. അപ്പം ഞാൻ അവിടെ നിന്നപ്പോൾ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ട്രെയിൻ പോകുന്നത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അങ്ങനെ ട്രെയിൻ പോകുന്ന വീഡിയോ എടുത്ത് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓട്ടോറിക്ഷ കിട്ടി. ആ ഓട്ടോയിൽ ഞാൻ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ചെന്നപ്പം അവിടെ അവരുടെ വലിയ സ്കൂളിലെ കുട്ടികളുടെ ജാഥ ഉണ്ടായിരുന്നു. പ്രവേശനോത്സവം ഘോഷയാത്ര, ചെണ്ടയും മേളമൊക്കെ ആയിട്ട് ഘോഷയാത്ര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇരിക്കുന്നത് മോൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. അത് താഴെ അതിനോട് തന്നെ ചേർന്ന് മേളിലോട്ടാണ് വലിയ കുട്ടികൾക്ക് 5 മുതൽ 10 വരെ ഉള്ളത്. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞാൻ മുകളിലോട്ട് പോയി. മുകളിൽ അവിടെ കുട്ടികളുടെ അവിടെ ഉദ്ഘാടനത്തിന് സ്റ്റേജൊക്കെ ശരിയാക്കി വെച്ചേക്കുന്നു. പേരൻസ് എല്ലാം എത്തിയിട്ടുണ്ട്. കുട്ടികളെല്ലാം എത്തി. പരിപാടിയൊക്കെ തുടങ്ങി. പ്രസംഗവും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമുക്കിന്ന് അവിടെ ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ട്, ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട്. ഡോക്ടർ അച്യുത് ശങ്കർ എന്ന് പറഞ്ഞൊരു ഗസ്റ്റാണ് വന്നത്. അവിടുത്തെ HM സംസാരിച്ചു. പിന്നെ ഗസ്റ്റ് ആയിരിക്കുന്ന അദ്ദേഹമാണ് ഗസ്റ്റ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. പിന്നെ പ്രസംഗം, സാറിൻ്റെ പ്രസംഗം നല്ല പ്രസംഗമായിരുന്നു കേട്ടോ. സാറിൻ്റെ പ്രസംഗം കേട്ടിരിക്കാൻ നല്ലതായിരുന്നു. കുട്ടികളോട് എന്തെല്ലാം കാര്യങ്ങൾ പറയണമെന്നും കുട്ടികളുടെ കയ്യിലെടുക്കാനും ഒക്കെ അറിയാവുന്ന രീതിയിലുള്ള പ്രസംഗമായിരുന്നു സാറിൻ്റെ പ്രസംഗം കേട്ടിച്ചിരുന്നു. പിന്നെ ഉദ്ഘാടനമായിരുന്നു. വിളക്ക് തെളിയിച്ച് HM കണ്ണട ചേച്ചി ഇപ്പോൾ ഹൈറ്റുള്ള അത് HM രാജ് ടീച്ചർ, ബാക്കി PTA പ്രസിഡൻറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇച്ചിരി നേരം ഇരുന്ന് പരിപാടികളൊക്കെ കണ്ട് പിന്നെ സാറ് പ്രസംഗിക്കുക. ഇപ്പോഴാണ് പ്രസംഗിക്കാൻ കയറിയ കേട്ടോ. സാറിൻ്റെ പ്രസംഗം നല്ലതായിരുന്നു. സാറ് പറയുന്നത് കുട്ടികൾ ഇനി മുതൽ പ്രവേശനോത്സവത്തിന് കുട്ടികൾ വരുമ്പോൾ കുട്ടികൾക്ക് ഒരു കഷ്ണം കരിമ്പും കരിപ്പൊട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണം. അന്നേരം കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ അവർക്കത് ഭയങ്കര ഇഷ്ടമാവും എന്നൊക്കെ സാറ് സംസാരിച്ചത്.
നല്ലൊരു പ്രസംഗമായിരുന്നു സാറിൻ്റെ. അത് നമുക്ക് കേട്ടിരിക്കാൻ, കുട്ടികൾക്കും കേട്ടിരിക്കാനും ഒക്കെ ബോറടിക്കത്തില്ല. അപ്പോൾ സാറിൻ്റെ പ്രസംഗം കേട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പ്രസംഗം എല്ലാം കേട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിടത്ത് എനിക്കൊരു കോൾ വന്ന്, അതുകൊണ്ട് പിന്നെ അത് കട്ട് ചെയ്യേണ്ട ഒരു അത് വന്നു. പിന്നെ ഞാൻ ഈ സ്കൂളെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച സ്കൂൾ, ഹസ്ബൻഡ് പഠിച്ച സ്കൂൾ, എൻ്റെ മക്കളും അവിടെ പഠിക്കുന്നത്. അപ്പം ഈ സ്റ്റെപ്പിലൂടെ ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. പണ്ട് നമ്മൾ ഈ സ്റ്റെപ്പിൽ കൂടെ ഒരുപാട് ഓടിച്ചാടി നടന്നതാണ്. ഇപ്പം സ്കൂള് കണ്ടപ്പം പഴയ ഓർമ്മകളൊക്കെ വന്നു. അപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്